Good morning all. Today we are discussing computer languages. A computer language is an artificial language designed to work for different applications in different environments. കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജാണ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റൂൾസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ റൂൾസൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത, നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജാണ് നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് എന്തിനാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്? നമ്മളൊരു സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഏത് ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റ്സിലായാലും ശരി, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിലായാലും ശരി, വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത്തരം ആർട്ടിഫിഷ്യൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കൺസെപ്റ്റ്സ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അതിനകത്ത് നമ്മൾ ഹാർഡ്വെയറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, അതായത് നമ്മുടെ കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്. ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, അതായത് നമ്മുടെ മോണിറ്റർ ഉണ്ട്, പ്രിൻ്റർ ഉണ്ട്. അത്തരം ഒരുപാട് ഡിവൈസസ് ആണ്. ജസ്റ്റ് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഒരു സിസ്റ്റത്തെ കുറിച്ചുള്ള. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് എക്സിക്യൂഷൻ നടക്കണം, അത് പെർഫോം ചെയ്യണം, ഫങ്ഷനിങ് ഒക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് അതിന് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിലാണ് അത് എക്സിക്യൂഷൻസ് നടക്കുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക. അപ്പോൾ അതിനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തോ സ്പെസിഫൈഡ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നാച്ചുറൽ ലാംഗ്വേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ലാംഗ്വേജസ് ആണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. അതായത് അതൊരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജാണ്, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ലാംഗ്വേജസ് ആണ്. അപ്പോൾ അതെന്തിനാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ഇത്തരം ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടാസ്ക് കമ്പ്യൂട്ടർ ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യണം. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് can be used to create programs that control the behavior of a computer and serve any purpose. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത്തരം പ്രോഗ്രാംസിനകത്ത് കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിലാണ് കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ ബിഹേവിയറൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ബിഹേവിയറിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇത്തരം സെറ്റ് ഓഫ് പ്രോഗ്രാംസാണ്. അതേപോലെ ഏത് പർപ്പസ് വേണമെങ്കിലും അത് സെർവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, computer languages have some form of written specifications of their syntax and semantics. നമ്മൾ ഇത്തരം കമ്പ്യൂട്ടർ ലാംഗ്വേജസ് നമ്മൾ പറഞ്ഞു ഇതൊരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള, ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ജസ്റ്റ് ഒരു ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് കരുതിയാൽ മതി, മിനിമം മനസ്സിലാവാത്തവർ. അങ്ങനെ ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അതിന് ഗ്രാമറില്ലേ, അതേപോലെ ഇതിനകത്തും സെറ്റ് ഓഫ് സിൻറ്റാക്സ് ഉണ്ട്. അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനകത്ത് കുറേ വേർഡ്സും ഫ്രേസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഈസ്, വാസ്, ദാറ്റ്, ദോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം സെമാൻറ്റിക്സും നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിനകത്താണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളം യൂസ് ചെയ്യുന്നു, ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നു, അത് അതിൻ്റെ കമ്പ്യൂട്ടർ, അത് നമ്മളുടെ ലാംഗ്വേജ്. അതേപോലെ കമ്പ്യൂട്ടർ ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി എന്തോ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അവിടെ ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെയാണ് അവിടെ പറയാം. നമ്മൾ മലയാളം ഇംഗ്ലീഷും പറയുന്നതിന് പകരം അവിടെ ഹൈ ലെവൽ, ലോ ലെവൽ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സിൻറ്റാക്സ് പഠിക്കും, എന്തൊക്കെയോ സ്പെസിഫൈഡ് റൂൾസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കും. കാരണം മലയാളം പറയുന്ന പോലെ അല്ലല്ലോ ഇംഗ്ലീഷ് പറയാം. അതേപോലെ സെമാൻറ്റിക്സ് ഉണ്ട്, എന്തൊക്കെ കുറേ വേർഡ്സും ഫ്രേസസും ഒക്കെ പഠിക്കാനുണ്ട് ഇല്ലേ. അതേപോലെ തന്നെയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിനകത്തും സിൻറ്റാക്സും ഉണ്ട്, സെമാൻറ്റിക്സും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ദ ടേം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂഷ്വലി റെഫേഴ്സ് ടു ദ ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മളിവിടെ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇല്ലേ, ജസ്റ്റ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യും, അതേപോലെ എന്തെങ്കിലും ടാസ്കൊക്കെ പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കോമൺലി നമ്മൾ പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ C++, C#, ജാവ, ആൻഡ്രോയിഡ്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോബോൾ, ഫോർട്രാൻ, പാസ്കൽ, ഒറാക്കിൾ, ASP.NET, VB.NET, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ പലതും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിനൊക്കെയാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുക, ഹൈ ലെവൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഇത്തരം പ്രോഗ്രാംസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുന്നത്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജസ് നമ്മൾ കമ്പ്യൂട്ടറിന് പാസ് ചെയ്യുന്നത് ഇത്തരം പ്രോഗ്രാംസ്. നമ്മളിപ്പോൾ സിയിലൊക്കെ അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട് HTML, അപ്പോൾ അതിലൊക്കെ ആയിരിക്കും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടർ അത് ട്രാൻസ്ലേറ്റേഴ്സും കൺവേർട്ടേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. അത് ആരാണ്? അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തരം പ്രോഗ്രാംസ് കൊടുത്തു. അപ്പോൾ ഈ കൺവേർട്ട് ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ സെറ്റ് ഓഫ് കോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ആരെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്? അത് ആരൊക്കെയോ, നമ്മളല്ലാത്ത ആരൊക്കെയോ എന്ന് വെച്ചാൽ സിസ്റ്റം തന്നെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിനകത്തുള്ള ഓരോ കൺസെപ്റ്റുകളുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറൊക്കെ പഠിച്ചില്ലായിരുന്നോ? എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിനകത്ത് എന്ത് നടക്കണമെങ്കിലും പ്രോഗ്രാംസ് വേണം.
പ്രോഗ്രാംസിനകത്ത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഈ ഇൻസ്ട്രക്ഷൻ്റെ ബേസിലാണ് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം നമുക്കറിയുന്നത് ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ സി ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അഡീഷന് വേണ്ടി നമുക്കൊരു സി പ്രോഗ്രാം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പ്ലസ് ചെയ്യണമെങ്കിൽ, അഡീഷൻ ചെയ്യണമെങ്കിൽ ഇന്ന രീതിയിലൊക്കെ ചെയ്യണം പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഡിവിഷൻ ചെയ്യണം ഇന്ന രീതിയിൽ കൊടുക്കണം, മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇങ്ങനെ ചെയ്യണം, ഒക്കെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കും കമ്പ്യൂട്ടറിനകത്ത്. പിന്നെ നമ്മൾ ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ മുന്നേ കൊടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ എന്ത് ചെയ്യും, പ്രോഗ്രാം റൺ ചെയ്യും. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ല എന്താണ് സംഭവം എന്ന്. ഈച്ച് ലാംഗ്വേജ് ഹാസ് എ യുണീക്ക് സെറ്റ് ഓഫ് കീവേഡ്സ്, വേർഡ്സ് ദാറ്റ് ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് സ്പെഷ്യൽ സിൻടാക്സ് ഫോർ ഓർഗനൈസിങ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്. ഓരോ ലാംഗ്വേജിനകത്തും ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഓരോ ലാംഗ്വേജസിലെ ബേസിക് സി, CPP, C#, ജാവ, ASP.NET ഒക്കെ ഇല്ലേ, ഓരോ ലാംഗ്വേജിനും എന്തായിരിക്കും യുണീക്ക് സെറ്റ് ഓഫ് കീവേഡ്സ് ഉണ്ടായിരിക്കും, വേർഡ്സ് ദാറ്റ് ഇറ്റ് അണ്ടർസ്റ്റാൻഡ്. ഈ കീവേഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സീൻ്റെ കമ്പൈലർക്ക്, ഇപ്പോൾ സിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക സിൻടാക്സ് ഉണ്ടായിരിക്കും, ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ആയിരിക്കും സി പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ stdio.h എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ആ സി കമ്പൈലർക്ക് അതേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം അതിനെ എഴുതി കൊടുക്കാൻ. ജാവക്ക് എഴുതുമ്പോൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങളതൊക്കെ കുറച്ചുകൂടെ ഹൈ ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓരോ കൺസെപ്റ്റുകൾ പഠിച്ചെടുക്കും. ജാവക്കാകുമ്പോൾ അതിന് വേണ്ട രീതിയിൽ ഒബ്ജക്ട്സും ക്ലാസ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യാൻ. ഓരോന്നിനിപ്പോൾ ജാവൻ്റെ കേസ് ആകുമ്പോൾ ഒബ്ജക്റ്റും ക്ലാസ്സുമാണ് യൂസ് ചെയ്യുന്നത്. സിയിൽ അങ്ങനത്തെ കൺസെപ്റ്റേ ഇല്ല. കാരണം ഒന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, ഒന്ന് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് കീവേഡ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പൈലറിന് അതിൻ്റെ കീവേഡേ മനസ്സിലാവുള്ളൂ, ഇതിൻ്റെ കമ്പൈലറിന് അതിൻ്റെ കീവേഡേ മനസ്സിലാവുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് സ്പെഷ്യൽ സിൻടാക്സ് ഫോർ ഓർഗനൈസിങ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും, റൂൾസ് ഉണ്ടായിരിക്കും, സിൻടാക്സ് ഉണ്ടായിരിക്കും. ആ രീതിയിലായിരിക്കും നമ്മൾ പ്രോഗ്രാം ഇൻസ്ട്രക്ഷനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് ജസ്റ്റ് പറഞ്ഞെന്നാണ്, എങ്ങനെയാണ് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ പ്രോഗ്രാംസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ ലാംഗ്വേജസ് ആർ നോൺ ആസ് നാച്ചുറൽ ലാംഗ്വേജസ്. നമ്മൾ പറഞ്ഞു നമ്മളത് നാച്ചുറൽ ലാംഗ്വേജസ് ആണ്. കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ലാംഗ്വേജസ് ആണ്. Unfortunately, computers cannot understand natural languages. As a result, we must communicate with computers using computer languages. കമ്പ്യൂട്ടറിന് ഒരിക്കലും ഇത്തരം നാച്ചുറൽ ലാംഗ്വേജസ് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കമ്പ്യൂട്ടറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്? ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്. ഇതിനകത്തുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ C#, ജാവ, ASP.NET ഒക്കെ. ലോ ലെവൽ ലാംഗ്വേജസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ബേസിക് ലെവലിലേക്ക് മാറി, അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയാം. അതിൻ്റെ തന്നെ സബ്ബാണ് ഈ അസംബ്ലി ലാംഗ്വേജസും മെഷീൻ ലാംഗ്വേജും. അപ്പോൾ മെയിനായിട്ട് ഹൈ ലെവലും ലോ ലെവലേ ഉള്ളൂ. പിന്നെ അസംബ്ലിയൊക്കെ നമുക്ക് വേണമെങ്കിൽ, അസംബ്ലിയും മെഷീൻ ലാംഗ്വേജും തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് ലോ ലെവൽ ലാംഗ്വേജസിനെ പോലെ തന്നെയാണ്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇല്ലേ, സി ഉണ്ട്, പാസ്കൽ ഉണ്ട്, ഫോർട്രാൻ ഉണ്ട്, കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ ആരാളുള്ളത്, നെക്സ്റ്റ് ലെവലിൽ വരുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസർ കൊടുക്കുന്നത് ഈ പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും. സിയിലാണ് സപ്പോസ് നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നത്. അത് കമ്പ്യൂട്ടറായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ആയതുകൊണ്ടാണ് അത് ഇൻ്ററാക്ട് ചെയ്യുന്നത്. പിന്നെ കൺവേർട്ട് ചെയ്തിട്ട് അസംബ്ലി ലാംഗ്വേജസ് ആകാം, പിന്നെ മെഷീൻ ലാംഗ്വേജൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് അത് ഹാർഡ്വെയർ ആയിട്ട് CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ. അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഈ ആർക്കിടെക്ചർ വരച്ചു കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അങ്ങനെ പറയാം. ഓക്കെ, ഇനി നോക്കാം 1 by 1 ആയിട്ട് ഓരോ ടൈപ്പ് ഓഫ് ലാംഗ്വേജസ്. ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ദ ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ മച്ച് ക്ലോസർ ടു ഹ്യൂമൻ ലാംഗ്വേജ്. നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസ് നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജ് ആയിട്ട് വെരി ക്ലോസ് ആണ്. അതായത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ലോ ലെവലൊക്കെ ആകുമ്പോഴേക്കും എന്തായി, നമുക്ക് അത്ര റീഡബിൾ ആവാൻ സാധ്യതയില്ല എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. ഓക്കെ, എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സച്ച് ആസ് C, Fortran or Pascal that enable to write programs which is understandable to program. നമ്മൾ ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ സി ഒക്കെ എഴുതുമ്പോൾ, നിങ്ങൾ ഇനി എഴുതാൻ പോവുകയാണ്, അതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കും അത് റീഡ് ചെയ്താൽ കൺസെപ്റ്റുകൾ ഇന്നതും ഇന്നതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിന് പെർഫോം ചെയ്യാനും കഴിയും. എന്ത് സോർട്ട് ഓഫ് ടാസ്ക്, എന്തെങ്കിലും ടാസ്ക് നമ്മൾ കൊടുക്കാനുണ്ടാകുമ്പോൾ അതൊക്കെ പെർഫോം ചെയ്യാനും ഇത്തരം സി പ്രോഗ്രാമിനൊക്കെ കഴിയും. സച്ച് ലാംഗ്വേജസ് ആർ കൺസിഡേർഡ് ആസ് ഹൈ ലെവൽ ലാംഗ്വേജ്. ദേ ആർ ക്ലോസർ ടു ഹ്യൂമൻ ലാംഗ്വേജ്. ഇത്തരം ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവും,
നമുക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷെ കമ്പ്യൂട്ടർ അതെന്ത് ചെയ്യും, ഒരു കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് ആദ്യം മെഷീൻ കോഡൊക്കെ കൺവേർട്ട് ചെയ്തിട്ടാണ് മനസ്സിലാക്കട്ടോ. പക്ഷേ കമ്പ്യൂട്ടറിന് റീഡബിൾ ആക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലാംഗ്വേജ്. High level language must use interpreter, compiler or translator to convert human understandable program to computer readable code, machine code. അതായത് നമ്മളിപ്പോൾ ഒരു ഹൈ ലെവൽ പ്രോഗ്രാം കൊടുത്തു, അതായത് നമ്മൾ C പ്രോഗ്രാം കൊടുത്തു സപ്പോസ്. പക്ഷേ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഒരു കമ്പൈലർ യൂസ് ചെയ്യും, ഒരു ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്യും. എന്തിനാണ് അത് കൺവേർട്ട് ചെയ്തൊരു മെഷീൻ കോഡ് ഫോർമാറ്റ് അതിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറെ മനസ്സിലാക്കുള്ളൂ. കാരണം കമ്പ്യൂട്ടറിനകത്ത് വെറും സീറോസ് വൺസ് ഒക്കെ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് 0 ആണെങ്കിൽ ഡിസേബിൾ ആക്കുക, 1 ആണെങ്കിൽ എനേബിൾ ആക്കുക. കമ്പ്യൂട്ടറിനകത്ത് മൊത്തം സർക്യൂട്ട്സ് അല്ലേ. നിങ്ങൾക്കിപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത സമയത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. കമ്പ്യൂട്ടറിനകത്ത് മൊത്തം സർക്യൂട്ട്സാണ്. അപ്പോൾ സർക്യൂട്ട്സ് എനേബിൾ ആക്കണോ ഡിസേബിൾ ആക്കണോ, ഓരോ മൈക്രോ ഇൻസ്ട്രക്ഷനകത്തും അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബൈനറി നമ്പേഴ്സാണ്. അതായത് സീറോസും വൺസും മാത്രമേ കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഹൈ ലെവൽ ലാംഗ്വേജിന് എന്ത് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് എന്താവണം, മെഷീൻ കോഡൊക്കെ ആദ്യം മാറ്റണം. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും. ഓക്കെ, പക്ഷേ അതിനൊക്കെയുള്ള സെറ്റപ്പ് കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് കൊടുത്താലും റിസൾട്ട് നമുക്ക് കിട്ടും. കാരണം കമ്പ്യൂട്ടർ അതിനൊക്കെയുള്ള സെറ്റപ്പ് അതിനകത്ത് കൺവേർട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഈസി ആയിട്ടത് ഡീകോഡ് ചെയ്യും, എക്സിക്യൂഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഹൈ ലെവലിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ല. ജസ്റ്റ് നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് C, ജാവ, ആൻഡ്രോയിഡ് ആൻഡ് ASP.NET ആൻഡ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹൈ ലെവൽ ലാംഗ്വേജിന്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ദേ ആർ ഈസിയർ ടു റീഡ്, റൈറ്റ് ആൻഡ് മെയിൻറ്റെയിൻ. അത് നമുക്കൊരു സിൻറ്റാക്സിനെ കുറിച്ചും സെമാൻറ്റിക്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയാൽ, ബേസിക് പ്രോഗ്രാമറായി മാറിയാൽ നമുക്ക് ഈസി ആയിട്ട് അത് എഴുതിയെടുക്കാം, ഡിസൈൻ ചെയ്തെടുക്കാം, റീഡ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാമിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. ഹൈ ലെവൽ ലാംഗ്വേജ് മേക്ക് കോംപ്ലക്സ് പ്രോഗ്രാമിംഗ് സിമ്പിളർ. കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെ ഓപ്പറേഷൻസിനൊക്കെ സിമ്പിളാക്കി മാറ്റാൻ കുറച്ചൊരു ഐഡിയ ഉള്ള പ്രോഗ്രാമർക്ക് ഹൈ ലെവൽ ലാംഗ്വേജസ് യൂസ് ചെയ്ത് കഴിയും. ഓക്കെ, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആർ ആപ്ലിക്കബിൾ എവറിവെയർ ഈവൻ വെർ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിലും ശരി, എല്ലായിടത്തും നമ്മളുടെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഒക്കെ ആപ്ലിക്കബിൾ ആണ്. എറർ റേഷ്യോ ഈസ് ലെസ് ഇൻ ഹൈ ലെവൽ ലാംഗ്വേജസ് ആൻഡ് ഡീബഗിങ് ഈസ് ഈസിയർ. നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിനകത്ത് എറർ റേഷ്യോ ഈസ് വെരി ലെസ്സാണ്. അതായത് തെറ്റുകൾ, ഇത്തരം എറേഴ്സ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം നമുക്ക് സിൻറ്റാക്സും സെമാൻറ്റിക്സും ഒക്കെ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി. അതേപോലെ തന്നെ ഇനി സപ്പോസ് എങ്ങാനും വല്ല എററും വന്നാൽ ഡീബഗിങ് ഓപ്ഷൻ ഉണ്ട്. ഈ ഡീബഗിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ലെങ്ത്തുള്ള പ്രോഗ്രാം നമുക്ക് ഒറ്റ നോട്ടത്തിലൊക്കെ കാണുമ്പോൾ അയ്യോ എവിടെയാണ് മിസ്റ്റേക്ക് നിൽക്കുക, കാരണം സിൻറ്റാക്സിൽ എന്തെങ്കിലും എററുണ്ടോ, സെമാൻറ്റിക്സിൽ എന്തെങ്കിലും എററുണ്ടോ നമുക്ക് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. പക്ഷേ കമ്പ്യൂട്ടറിന് നമ്മൾ ഡീബഗിങ് ഓപ്ഷൻ യൂസ് ചെയ്താൽ നമുക്കത് ലൊക്കേറ്റ് ചെയ്ത് തരും. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്കറിയാമായിരിക്കും, പക്ഷേ ടൈപ്പ് ചെയ്തപ്പോഴും എപ്പോഴും മിസ്റ്റേക്ക് പറ്റിയതാണ്. അത്തരം ഡീബഗിങ് ഒക്കെ ഈസിയറാണ് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനകത്ത്. ലെങ്ത് ഓഫ് ദി പ്രോഗ്രാം ഈസ് ഓൾസോ സ്മോൾ കമ്പയർഡ് ടു ലോ ലെവൽ. ലോ ലെവലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെങ്ത് ഒക്കെ കുറവാണ്. മെനി റിയൽ ടൈം പ്രോബ്ലംസ് ക്യാൻ ബി ഈസിലി സോൾവ് വിത്ത് ഹൈ ലെവൽ ലാംഗ്വേജ്. റിയൽ ടൈം പ്രോബ്ലംസിലേക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഇനിയാണ് നമ്മുടെ ലോ ലെവലിൻ്റെ കേസിലേക്ക് നമ്മൾ വരുന്നത്. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു അസംബ്ലി മെഷീനൊക്കെ ലോ ലെവലിൻ്റെ സബ്ബായിട്ട് വരുന്ന ഏരിയ തന്നെയാണ്. ഓക്കെ, എ കമ്പ്യൂട്ടർ ലോ ലെവൽ ലാംഗ്വേജ് ദാറ്റ് ഡീൽസ് വിത്ത് ഹാർഡ്വെയർ രജിസ്റ്റേഴ്സ് ബൈ നെയിം നോൺ ആസ് അസംബ്ലി ലാംഗ്വേജസ്. നമ്മളുടെ കമ്പ്യൂട്ടർ ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ രജിസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്. ഇതിന് നമുക്ക് അസംബ്ലി ലാംഗ്വേജ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഈ ലോ ലെവൽ ലാംഗ്വേജിന് നമുക്ക് വേണമെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് എന്നും പറയാം. അതിന് ചെറിയൊരു വേരിയേഷൻ വരുമ്പോൾ അതൊരു മെഷീൻ ലാംഗ്വേജുമായിട്ടും മാറും. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ലോ ലെവൽ ലാംഗ്വേജ്. ദിസ് ഈസ് ഇൻ ബിറ്റ്വീൻ മെഷീൻ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. കാരണം അത് മെഷീൻ ലാംഗ്വേജിനും ഹൈ ലെവൽ ലാംഗ്വേജിനും ബിറ്റ്വീൻ ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്. A low-level language does not need a compiler or interpreter to run the program. The processor run low-level code directly. ഇത്രയും ലോ ലെവൽ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഹൈ ലെവലാണെങ്കിൽ ഇൻ്റർപ്രറ്ററും കമ്പൈലറൊക്കെ വേണമെന്ന് പറഞ്ഞു, കൺവേർട്ടറൊക്കെ വേണം കൺവേർട്ട് ചെയ്യാൻ. പക്ഷേ നമ്മളുടെ ലോ ലെവലിൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രോഗ്രാം റൺ ചെയ്തോളൂ. നമ്മൾ കൂടുതൽ കൺവേർട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നോക്കാം എന്താണ് ഈ അസംബ്ലി ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു ഇത് ലോ ലെവൽ ലാംഗ്വേജ് തന്നെയാണ്, എങ്കിൽ കൂടെ ഇനി അസംബ്ലി ലാംഗ്വേജ് ഒന്ന് സെപ്പറേറ്റ് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഈ കൺസെപ്റ്റ് പറയുന്നത്.
അസംബ്ലി ലാംഗ്വേജ് ഹാവ് ദ സെയിം സ്ട്രക്ചർ ആൻഡ് സെറ്റ് ഓഫ് കമാൻഡ്സ് ആസ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനെ പോലെ തന്നെ സെയിം സ്ട്രക്ചറും സെറ്റ് ഓഫ് കമാൻഡ്സും ഒക്കെയാണ് അസംബ്ലി ലാംഗ്വേജിനുള്ളത്. പക്ഷേ ദേ എനാബിൾ എ പ്രോഗ്രാമർ ടു യൂസ് നെയിംസ് ഇൻസ്റ്റെഡ് ഓഫ് നമ്പേഴ്സ്. മെഷീൻ ലാംഗ്വേജിനകത്ത് നമ്മൾ പറഞ്ഞു ഓൺലി നമ്പേഴ്സാണ്, ബൈനറി നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മളുടെ കളി. നമ്മൾ പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിന് സീറോസും വൺസേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. കൺവേർട്ടർ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, സീറോസും വൺസൊക്കെ ആക്കി മാറ്റാൻ കഴിയും എന്ത് പ്രോഗ്രാമിനെ. പക്ഷെ നമ്മുടെ അസംബ്ലി ലാംഗ്വേജിനകത്ത് എന്താണ്, ഇത്ര നമ്പേഴ്സിന് പകരം ചെറിയ ചെറിയ നെയിംസ് അല്ലെങ്കിൽ വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ ചെറിയൊരു ചേഞ്ചുകൾ പക്ഷേ കമ്പ്യൂട്ടർക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. In the early days of programming, all programs were written in assembly language, but now almost programs are written in high level language. പണ്ട് കാലത്തൊക്കെ ഈ അസംബ്ലി ലാംഗ്വേജസിനായിരുന്നു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. കാരണം അന്ന് ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് ഇത്ര സെറ്റിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, അന്നൊക്കെ അസംബ്ലി ലാംഗ്വേജസിലാണ് കൂടുതലും പ്രോഗ്രാംസ് എഴുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു, ഹൈ ലെവൽ ലാംഗ്വേജിലായി മാറി. കാരണം എന്താണ്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ഓൾറെഡി സെറ്റ് ആയിരിക്കും കൺവേർട്ടേഴ്സും അതേപോലെ കമ്പൈലേഴ്സും ഒക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്നതിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കും അത് മനസ്സിലാവും, കമ്പ്യൂട്ടറിനും അത് മനസ്സിലാകുമെങ്കിൽ അതല്ലേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അസംബ്ലി ലാംഗ്വേജസ് ഒന്നും അത്ര യൂസർ ഫ്രണ്ട്ലി ആയിരുന്നില്ല. എഴുതാൻ കഴിയും, പക്ഷേ ഇതിനൊന്നുള്ള അത്ര ഒരു നമ്മൾക്കും ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാം ഉണ്ടാക്കി, സപ്പോസ് ഡിസൈൻ ചെയ്ത് വെച്ചു. ഞാൻ എന്തോ കാരണം കൊണ്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഞാൻ പോയി. പക്ഷേ പുതിയ ഒരാൾ വരുമ്പോൾ അയാൾക്ക് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്കും ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ നമ്മളുടെ കമ്പനീൻ്റെ വർക്ക് സ്മൂത്തായിട്ട് പോകും അല്ലേ. അതല്ല ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള പ്രോഗ്രാം ഒരാൾക്ക് മനസ്സിലാവില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. വേറൊരാൾക്ക് ഞാൻ ഇപ്പോൾ എന്ത് കാരണമാവട്ടെ നമ്മളില്ലാതായി പോയാൽ വേറൊരാൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജസിന് തന്നെ നമ്മളെല്ലായിടത്തും പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം അതിന് പ്രയോറിറ്റി കൊടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. Programmers still use assembly language when speed is essential or when they need to perform an operation that is it possible in high level languages. പ്രോഗ്രാമേഴ്സ് എങ്കിലും ഇപ്പോഴും അസംബ്ലി ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതായത് ചില കേസിലൊക്കെ നമുക്ക് സ്പീഡാണ് എസെൻഷ്യൽ എങ്കിൽ അത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യും, അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ചില ഓപ്പറേഷൻസ് എങ്ങാനും ഹൈ ലെവലിൽ പോസിബിൾ ആവണില്ല എന്ന് കണ്ടാൽ നല്ല ടെക്നിക്സൊക്കെ നല്ല കുറച്ച് കാലിബറുള്ള പ്രോഗ്രാംസൊക്കെ ആണെങ്കിൽ അവർ അസംബ്ലി ലാംഗ്വേജ് ട്രൈ ചെയ്തിട്ട് അത്തരം ഓപ്പറേഷൻസൊക്കെ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോഴും അസംബ്ലി ലാംഗ്വേജൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് വളരെ കുറവായിട്ട്. ഓക്കെ, സ്പീഡ് എസെൻഷ്യൽ ആണ് നമ്മൾ പറഞ്ഞില്ല, കൺവേർട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ നടക്കും. ദെൻ മെഷീൻ ലാംഗ്വേജ്. Machine code or machine language is a system of instructions that data executed directly by a computer CPU. കമ്പ്യൂട്ടർ CPU ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് നമ്മളുടെ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ കോഡ്. മെഷീൻ കോഡ് ഡയറക്റ്റ് ആയിട്ട് CPU-നെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. ദ ലോവസ്റ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ഓൺലി ബി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടേഴ്സ്. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് പ്രോഗ്രാമിംഗ്. നമ്മുടെ ആർക്കിടെക്ചറിൽ നമ്മൾ കണ്ടതാണ്. ഏറ്റവും താഴെ കിടക്കുന്ന ആരാണ്, മെഷീൻ ലാംഗ്വേജ്. അതാണ് പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ CPU ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ലെവൽ ഓഫ് ലാംഗ്വേജ്. പക്ഷേ നമുക്ക് മനസ്സിലാവില്ല, നമ്മളുടെ കമ്പ്യൂട്ടർ CPU-ന് മാത്രം മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജാണത്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് ദാറ്റ് ഈസ് ഡയറക്ട്ലി എക്സിക്യൂട്ടഡ് ബൈ എ കമ്പ്യൂട്ടർ വിത്തൗട്ട് ദ നീഡ് ഓഫ് ട്രാൻസ്ലേഷൻ ബൈ കമ്പൈലറോ അസംബ്ലർ. കമ്പൈലറും ആവശ്യമില്ല, അസംബ്ലറും ആവശ്യമില്ലാതെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. കാരണം അത് വെറും സീറോസും വൺസും ആയിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ ഈ പറഞ്ഞ സീറോയും വണ്ണുമാണ്. അപ്പോൾ ഈ മെഷീൻ കോഡിനകത്ത് മൊത്തം സീറോസും വൺസുമായി പിന്നെ വേറൊരു കൺവേർട്ടറിൻ്റെ ആവശ്യമില്ലല്ലോ, ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിന് എക്സിക്യൂഷൻ നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏത് ലാംഗ്വേജിനെയും നമ്മളിപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ തന്നെ അസംബ്ലർ യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷീനിലേക്കൊക്കെ മാറ്റുന്നുണ്ട്. കാരണം നെയിംസൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞില്ല നമ്മൾ. ചിലർ നെയിംസൊക്കെ കൊടുത്താൽ സപ്പോസ് അതിന് നമുക്ക് വേണമെങ്കിൽ സീറോസും വൺസും ആക്കി മാറ്റാം. അപ്പോൾ ഇത്രയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. ജസ്റ്റ് ബേസിക്കാണ്. ബേസിക് മീൻസ് എന്താ വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഹാർഡ്വെയറിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. നമ്മൾ അതിനകത്ത് കാണുന്ന ഫിസിക്കൽ അപ്പിയറൻസൊക്കെയാണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ്വെയറിനെ, അതായത് നമ്മളുടെ ഈ ഡിവൈസൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. കാരണം അതിന് ജീവനില്ല. അപ്പോൾ റോബോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനുഷ്യനെ പോലെ ആ റോബോട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിനകത്ത് ചിപ്പ് കൊടുക്കുന്നുണ്ട്. ആ ചിപ്പിനകത്ത് മൊത്തം സോഫ്റ്റ്വെയറും പ്രോഗ്രാംസൊക്കെയാണ്. ആ ഇൻസ്ട്രക്ഷൻസ് അവിടെയും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ് ഈ റോബോട്ടിക്സ് ആയാലും ഇത്തരം കമ്പ്യൂട്ടേഴ്സൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് കുറേ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യണം. അവരെന്ത് ചെയ്യണമെങ്കിലും നമ്മൾ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ലാംഗ്വേജസ് യൂസ് ചെയ്യണം. അത്തരം ലാംഗ്വേജസാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഇത്തരം ലാംഗ്വേജസിൽ ചിലതെന്താണ് നമുക്ക് മനസ്സിലാവും, അതേപോലെ കമ്പ്യൂട്ടർ മനസ്സിലാവും. പക്ഷേ കമ്പ്യൂട്ടർ കൺവേർട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. അത്തരം ലാംഗ്വേജസാണ് ഹൈ ലെവൽ ലാംഗ്വേജസ്.
CPP, ജാവ എന്നൊക്കെ പറഞ്ഞ ലാംഗ്വേജസ്. ഇത് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും, അതേപോലെ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ കഴിയും. പിന്നെ കമ്പ്യൂട്ടർ കൺവേർട്ട് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. എങ്കിൽ കൂടെ നമുക്കും അവർക്കും റീഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. പിന്നെ കുറച്ചുകൂടെ ബേസിക് ലെവലിലേക്ക് വരുമ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ഈ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഒന്നുകൂടെ ഏറ്റവും ബേസിക് എത്തുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജാണ്. അതായത് നമ്മുടെ അസംബ്ലി ലാംഗ്വേജൊക്കെ, അതേപോലെ നമ്മളുടെ മെഷീൻ ലാംഗ്വേജസൊക്കെ ഓക്കെയാണ്. ഇത്തരം ലാംഗ്വേജസൊക്കെ നമ്മൾ മുന്നേ ഇത്തരം ലോ ലെവൽ ലാംഗ്വേജസൊക്കെയാണ് പണ്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആരെയാണ്? നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസാണ്. കാരണം നമുക്കും കൂടെ മനസ്സിലാവും എന്നുള്ള ബേസിൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയും ആ കോഡ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിൽ അസംബ്ലി ലാംഗ്വേജസിലൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ കൂടുതലും ഹൈ ലെവൽ ലാംഗ്വേജസിലാണ് ചെയ്യുന്നത്. പിന്നെ അസംബ്ലി ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞു, മെഷീൻ ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞു. മെഷീൻ ലാംഗ്വേജ് വെറും 0s 1s ഉണ്ട്, വേറെ നമ്പേഴ്സൊന്നും ഇല്ല. നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. അതായത് 0 1. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നമ്പർ, 0 ഉണ്ടായിരിക്കും 1 ഉണ്ടായിരിക്കും. എനാബിൾ ആകുമ്പോൾ 1 വരും, ഡിസാബിൾ ആകുമ്പോൾ 0 വരും. നെക്സ്റ്റ് സെക്കൻഡിൽ എനാബിൾ ആകുമ്പോൾ 1 വരും, ഡിസാബിൾ ആകുമ്പോൾ 0 വരും. കാരണം നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ ജസ്റ്റ് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതിനകത്ത് കുറേ സർക്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള സർക്യൂട്ട്സ് ക്ലോസ് ആകുമ്പോൾ 0 വരും, ഓപ്പൺ ആകുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ 1 വരും. അങ്ങനെയൊക്കെയാണ് കൺസെപ്റ്റുകളുള്ളത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി അതിനൊക്കെ സബ്ജക്റ്റുകൾ തന്നെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ബേസിക്കാണ്. ബേസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഹാർഡ്വെയറിൻ്റെ ബേസിക് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി, സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് നോക്കി, ഇനിയിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജസിൻ്റെ ജസ്റ്റ് ബേസിക് നോക്കി. ഇനി നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ കൺസെപ്റ്റുകളും 1 by 1 ആയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ചിലർക്കും ദഹിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഡോണ്ട് വെരി, ടൈം എടുക്കാം. നമുക്ക് വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, എന്നെ മെസ്സേജ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൂളായിട്ട് എന്നോട് ചോദിക്കാം. മിസ്സേ ഇങ്ങനെയൊക്കെയാണ്, എനിക്കിതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൂളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.